Hello, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് മേക്കപ്പ് പഠിക്കണം, മേക്കപ്പിലുള്ള പ്രോഡക്ട്സ് ഒക്കെ മേടിക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോവാട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യുക. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യണത് അത് ചെയ്ത് കൊടുക്കുക. ബേസിക്കലി നിങ്ങളൊരു ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ ഒരു ഹൈലറോണിക് ഒക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി നമ്മൾ മേക്കപ്പിലോട്ട് പോവുകയാണ്. അപ്പം അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ ആണ്. സ്കിന്നിൽ നമ്മൾ എന്ത് കളർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും പ്രൈമറി യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ ഈ ഫോട്ടോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രൈമേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പ്രൈമർ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സ് ചൂസ് ചെയ്യുക. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ മാറ്റിഫൈങ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുക. ഒരുപാട് പോർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പോർ മിനിമൈസിങ് സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത് പോകുന്നത് നമ്മുടെ കണ്ണിലോട്ടാണ്. ഐ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പാലറ്റ് എടുത്ത് ഞാൻ ഈ കാണിച്ചിട്ടുള്ള കളേഴ്സ് ബേസ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അതിന്റെ മേലെ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആൻഡ് നിങ്ങൾക്ക് നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ കൺസീലർ യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫോറെവറിന്റെ ആണ്. ഇത് പ്രൊഫഷണൽ മേക്കപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. 899 MRP വരുന്നത്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിസ് ബ്യൂട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം അടിപൊളി കൺസീലർ ആണ്. ഇനി കൺസീൽ ചെയ്തിട്ടും മാറുന്നില്ല, നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ കളർ കറക്റ്റ്നേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാർസിന്റെ ആണ്. ഇതിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലോണം ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉള്ള എടുത്ത്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് നമുക്ക് ഇത് വെച്ച് ഹൈഡ് ചെയ്യാൻ പറ്റും. ശേഷം അതിന്റെ മേലെ നമ്മൾ കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ കാണിച്ചിട്ടുള്ള കൺസീലർ പാലറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ റേറ്റ് വരുന്നുള്ളൂ. അതിൽ കൺസീലിങ്ങും കറക്റ്റിങ്ങും ആൻഡ് ഓൾസോ കോണ്ടോറിങ്ങും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ ബേസ് ആയിട്ട് വരാം. ഇനി നമുക്ക് വന്നിടത്ത് തന്നെ തിരിച്ചു പോകാം. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഞാനിവിടെ എടുത്തിട്ടുള്ള പാലറ്റ് എന്ന് പറയുന്നത് ഒന്ന് മാർസിന്റെ ആണ്. പിന്നെ വന്നിട്ട് ഇത് ഫേസസ് കാനഡ ആണ്, പണ്ട് മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇതും ഫേസസ് കാനഡ തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ ലിങ്ക് എന്തായാലും വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ചോയ്സസിനനുസരിച്ച് മേടിക്കാം. പിന്നെ ഇതൊരു മേക്കപ്പ് ബുക്കാണ്. ഇതിലും ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ബ്രഷസ് ഇല്ലെങ്കിൽ ബഡ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ ഡബിൾ കളർ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബേസ് കളർ കൊടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്നർ കോർണറിൽ ഒരു കോൺട്രാസ്റ്റിംഗ് കളർ കൊടുക്കുക. അത് നന്നായിട്ട് നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യും. ആൻഡ് ഇനി നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഒരു മിഡിൽ ഭാഗത്തായിട്ട് ആ ഒരു കോൺട്രാസ്റ്റിംഗ് കളർ കൊടുക്കുക. അപ്പം നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കൂട്ടോ. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ഐലൈൻ ചെയ്ത് കൊടുക്കുക, മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കാജൽ എഴുതുമ്പോൾ നിങ്ങൾ ഒന്നിങ്ങനെ ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ നല്ലോണം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കാം, അല്ലെങ്കിൽ ബഡ്സ് എടുക്കാം. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കണ്ണും ഇങ്ങനെ മേലേക്ക് ആക്കിയിട്ട് ആ ഒരു അപ്പർ കോർണറിൽ വരച്ചു കൊടുക്കുക. അതും നല്ല രസമുണ്ടായിരിക്കും. ഇതും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ ആക്ച്വലി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കട്ടിക്കൊക്കെ എഴുതുന്നത്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ എഴുതാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാനായി. ഇനി ഐബ്രോസിനായിട്ട് ഒന്നെങ്കിൽ പാലറ്റ് യൂസ് ചെയ്യുക. ഞാൻ പാലറ്റിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പെൻസിൽ വെച്ച് യൂസ് ചെയ്യാനേ അറിയാം. ആൻഡ് എൻ്റെ നന്നായിട്ട് കാട് പിടിച്ച പോലെ ഇരിക്കുകയാണ്. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര ബോറാണ്. അപ്പം ഞാൻ പാലറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ബിക്കോസ് ഇതിൽ ഞാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. ആൻഡ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ആൻഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഐസ് തന്നെ ചെയ്തപ്പോൾ നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ പോലെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ. അത് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ട് സാധനങ്ങളും ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടിൻറ്റഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബേബി ക്രീം ആണെങ്കിലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഡോട്ട് ആൻഡ് കെയുടെ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഫസ്റ്റ് നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ആൻഡ് നിങ്ങൾ ഇതിൽ ബ്ലെൻഡ് ചെയ്ത് പഠിക്കുക. ബ്ലെൻഡർ നമുക്ക് 45 റുപ്പീസിനൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടും. ആൻഡ് നിങ്ങൾ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നനച്ച് പിഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. പലരും അത് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല, ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യുക പതിവ്. പക്ഷെ അതൊന്ന് നനച്ച് ഒന്ന് വീർപ്പിച്ച് പിഴിഞ്ഞ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ആവും. ഇനി നിങ്ങൾക്ക് കോമ്പാക്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലൂസ് പൗഡർ ആണെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബ്ലഷിലോട്ട് പോവാം. ബ്ലഷ് വന്നിട്ട് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു പീച്ച് കൈൻഡും ഒരെണ്ണം ഒരു പിങ്ക് ഷെയ്ഡും ആണ്. ബ്ലഷ് എനിക്ക് വേറെ ഒരു രീതിയിലിടാൻ അറിയില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. റൈനയുടെ ബ്രഷാണ്, അത്യാവശ്യം നല്ല ബ്രഷാണ്. നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരല്ല കേട്ടോ. കാരണം നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ലോണം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട്.
ഇനി വന്നിട്ട് ഹൈലൈറ്റ്നർ ആണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹൈ പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഈ പാലറ്റിലുള്ളതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ടും ചീക്സിൽ ബ്ലഷ് കൊടുക്കില്ല, ഹൈലൈറ്റ്നർ ആണ് കൊടുക്കുക. ഞാൻ നോസിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ അടിയിലും കുറച്ചും കൂടെ ത്രെഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി വന്നിട്ട് ലിപ്സ്റ്റിക് ആണ്. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മോക്ക പോപ്പ് എന്ന് പറയുന്ന സൂഡിയോയുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. പലർക്കും ഈ ലിപ് ഷെയ്ഡ് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ നിങ്ങൾക്ക് ലിപ് ലൈനർ യൂസ് ചെയ്ത് ലിപ്പ് ഡിഫൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല, ഞാൻ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഡിഫൈൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. സ്പ്രേയിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട്, ഗ്ലോയിങ് ഉണ്ട്, മാറ്റിഫൈങ് ഉണ്ട്. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നോക്കി മേടിക്കാം കേട്ടോ, പ്രൈമർ പോലെ തന്നെ. ലിപ്സ്റ്റിക്കിൽ കുറച്ച് പേർക്കൊക്കെ പൊട്ടാഭിപ്രായം ഉണ്ടാവും, അതുകൊണ്ട് ഞാനൊരു റെഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഷെയ്ഡ്. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയോ ഇല്ലയോ നിങ്ങൾ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.